ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നാജ. വെൽക്കം ബാക്ക് ടു നാജ താറ്റ്സ് അടുക്കള. ഇന്നത്തെ എൻ്റെ വീഡിയോ, എൻ്റെ ഹസ്ബൻഡ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. 1971 ബാച്ചാണ്. ആ ബാച്ചിലെ അവരുടെ ഗെറ്റ് ടുഗദർ ആയിരുന്നു ആലപ്പുഴയിലുള്ള ലേക്ക് കനോപ്പിയിൽ വെച്ച്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളും അന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റീസുമെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആലപ്പുഴയിലെ ലേക്ക് കനോപ്പി എന്നുള്ള റിസോർട്ടിൽ വെച്ചാണ് ഈ റീയൂണിയൻ നടന്നത്. വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ്, കായൽ തീരത്താണ്. അവിടെ എല്ലാവരും ഒരു 10:30-11 അടുപ്പിച്ച് എല്ലാവരും എത്തിച്ചേർന്നതിന് ശേഷം ആദ്യം ഈ ക്രിസ്തുമസിനുള്ള കേക്ക് മിക്സിംഗ് ആയിരുന്നു. അപ്പോൾ ആ ചടങ്ങിന് നമ്മളെല്ലാവരും പങ്കുചേർന്നു. എല്ലാവരും കേക്ക് മിക്സ് ചെയ്യാനായിട്ട് കൂടി. അതിനുശേഷം ആ ബാച്ചിലുള്ള എല്ലാവരും അവരുടെ ഓർമ്മകളെല്ലാം, പഴയ ഓർമ്മകളെല്ലാം അയവിറക്കി എല്ലാവരും അതെല്ലാം കേട്ട് സന്തോഷിച്ചു. പിന്നെ അതിനുശേഷം ലഞ്ചായിരുന്നു. ലഞ്ച് കഴിച്ച് കുറച്ച് റൂമിലൊക്കെ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചായയെല്ലാം കുടിച്ചിട്ട് എല്ലാവരും താഴെ പുറകുവശത്തെ കായൽ തീരത്ത്, നല്ല ചുറ്റുപാടുകളാണ്, നല്ല ഏരിയയാണ്. അവിടെ എല്ലാവരും പോയി നിന്ന് വർത്താനം പറയുകയും ഫോട്ടോ എടുക്കലും എല്ലാമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്നിട്ട് പിന്നെയും കുറച്ച് പാട്ട്, കുട്ടികളുടെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും അത് നല്ലതുപോലെ എൻജോയ് ചെയ്തു. അതിനുശേഷം ഡിന്നർ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഇതുപോലെ തന്നെ കുറേ നേരം സംസാരിച്ചിട്ട് എല്ലാവരും അവരവരുടെ റൂമിൽ പോയി. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം നമ്മളവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കേക്ക് മിക്സിങ്ങിന് കൂടിയിട്ടോ. അവിടുത്തെ ഷെഫുമാരും ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും അതിനകത്ത് കേക്ക് മിക്സ് ചെയ്യാനായിട്ട് കൂടി. കേക്ക് മിക്സിങ്ങിന് ശേഷം എല്ലാ ബാച്ച്മേറ്റ്സ് എല്ലാം അവരുടെ ഓർമ്മകൾ പങ്കിടുന്നതായിരുന്നു നടന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. 53 വർഷം ഏതാണ്ട് ഈ പറഞ്ഞ പോലെ, രാഘവൻ മണ്ണിൽ പറഞ്ഞ പോലെ ഏതാണ്ട് നൂറ്റാണ്ട്. പക്ഷെ നൂറ്റാണ്ടൊന്നും കടന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനോടനുസരിച്ചൊരു ഒരു കാര്യം കൂടി പറയാം. ഏതായാലും പഠിക്കുന്ന കാലത്ത് എന്നെ സംബന്ധിച്ചോളം വളരെ രസകരമായിട്ടും ഒക്കെ സുഖകരമായിട്ടും പോയൊരു കാലഘട്ടമാണ്. പരീക്ഷയില്ല, ഒന്നുമില്ല, പഠിക്കണ്ട, ഇതൊന്നുമില്ല, നല്ല സുഖമായിട്ട് കഴിഞ്ഞിട്ടൊരു കാലമാണ് കഴിഞ്ഞു പോയത്. പിന്നെ MS MCH ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്രം പഠിക്കാനായിട്ടൊരു ശകലം മാറ്റി വെക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഏറ്റവും നല്ല ജീവിതകാലം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടമാണ്. അതിൻ്റെ ആ ഓർമ്മകൾ പങ്കുവെക്കുന്നതും അതുപോലെ തന്നെ വളരെ നല്ലൊരു. പിന്നെ താഴ്വിന് ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫോട്ടോയ്ക്ക് കയറി നിൽക്കാൻ പറ്റിയില്ല, സ്ഥലത്തില്ലായിരുന്നു, നല്ല സൗകര്യം ഉണ്ടായില്ല. അങ്ങനെ അതുകൊണ്ട് ഇന്ന് ദയവ് നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മുടെ ബാച്ചിലുള്ളവര് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പ്ലീസ് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അവിടെ വെച്ച് നമ്മുടെ ബാച്ച് മീറ്റ്സിന്റെ ഒരു എടുക്കാം. എന്നിട്ട്
ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പഴയ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരികയാണ്. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ പോയി. പാലക്കാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ കോളേജില്ല, മലബാർ മെഡിക്കൽ കോളേജ്. അതിൻ്റെ മാനേജ്മെന്റ് തന്നെയാണ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് ഇതിനൊരു ഫെലിസിറ്റേഷൻ പറയാൻ ഒരു എൻ്റെ വൈറ്റ് ഹൗസ് 53 വർഷം മുമ്പ് അവസര പ്രായത്തിൽ നിന്ന് ബാൻഡ് ഇട്ടു തുടങ്ങിയത് മെഡിക്കൽ കോളേജ് ഞങ്ങൾ പോയതും റാഗിങ് പേടിച്ച് ഓടിയതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരുന്നത്. ഞാനൊരു വളരെ വിഷമിച്ച് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഷൂ എന്ന് പറയുന്ന ഒച്ച തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. അന്നേരമാണ് നിൽക്കണ ഞാനും വരുന്ന അക്ബർ പറയുന്നത്. ചാണ്ടിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചാണ്ടിയുടെ 2 അസിസ്റ്റന്റുമാര് പിന്നെ രാധാകൃഷ്ണൻ ഞാനുമാണ്. ഞാനൊക്കെ അസിസ്റ്റന്റ്, രാധാകൃഷ്ണന്റെ അസിസ്റ്റന്റ് ഞാനാണ്. ആക്കടെ രാധാകൃഷ്ണൻ പറഞ്ഞ ചീത്ത കേൾക്കാനുള്ള മാത്രമേ എനിക്ക് എന്റെ റൂട്ടിലായിട്ടുള്ളൂ. നീ അത് കൊടുത്തില്ലേ, നീ അത് ചെയ്തില്ലേ, അതൊക്കെ ഇവിടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചാണ്ടി എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് പോലെയുള്ള സൗഹൃദമല്ലാതെ ഒരു വർത്താനമൊന്നും പറയാറില്ല. പിന്നെ എല്ലാവരുടെയും ബന്ധം ഉറപ്പ് വെക്കാനൊക്കെ സാധിക്കും എന്നുള്ളതുകൊണ്ട് നിരന്തരം വിളിച്ചോണ്ടിരുന്നത് ശല്യം. വേറെ കക്ഷികളൊക്കെ ഉണ്ട്, 20 ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ 53 വർഷങ്ങളുടെ കഥകൾ ഓർത്തെടുക്കാൻ വേണ്ടി കൂടിയില്ല. വയോവൃദ്ധരായ എൻ്റെ സഹപാഠികളെ നമസ്കാരം. വയസ്സിൽ വൃദ്ധരായവർ, ബുദ്ധിയിലല്ല, ബുദ്ധിയിൽ വൃദ്ധരായിട്ടില്ല, ബുദ്ധി കൂടുതലാണ്. വയസ്സ് മാത്രം വൃദ്ധരായിട്ടുള്ള വൃദ്ധരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 75 വയസ്സായി. 1949 ജനിച്ചവര് കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ ബാച്ചില്. പിന്നെ എല്ലാവരും 52-ലാണ് എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചത്. ഇങ്ങനെയാണ് ഇവർക്ക് 52 കിട്ടിയത് എനിക്ക് അറിയാൻ പാടില്ല. 52 ഇങ്ങനെ വരാൻ പറ്റിയത് എനിക്ക് അറിയാം. ഏതായാലും ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നുകൂടിയതിന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒരു ഓർത്തെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമില്ല. പരിപാടി കഴിച്ചിട്ട് അവർ പരമാവധി ശ്രമിക്കാതെ പറഞ്ഞു. എന്നിട്ട് നാളെ മറ്റന്നാളെ പുള്ളി തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചു വന്ന ടോമിക്ക് പ്രത്യേക പ്രാർത്ഥിക്കും. എന്നെ അറിയാവുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരു റോയേക്കാളും വലിയ പ്രാസംഗികനായിരുന്നു. പക്ഷെ ആ കഴിവൊക്കെ പോയി. എനിവേ ഇവിടെ വരുന്നതിനും നിങ്ങളെല്ലാവരും കാണുന്നതിനും കഴിഞ്ഞ ഗെറ്റുകൾ കഴിഞ്ഞ് ചാണ്ടിയെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ചാണ്ടി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എനിക്ക് അറിയാമായിരുന്നു. ചാണ്ടി എപ്പോഴും വിളിച്ചോണ്ടിരുന്നത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നതിൻ്റെ ഉത്തരവാദിത്തം എനിക്കും രാജകുമാരനായിരുന്നല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് ചാണ്ടി എടുക്കുമ്പോൾ ചാണ്ടി ചോദിക്കും, പക്ഷെ അതുപോലെ ചെയ്യാനല്ല, പക്ഷെ
മനോഹരമായ സന്ധ്യ കണ്ടോ? വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ കായൽത്തീരത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡോക്ടർ അക്ബർ ഷരീഫും ഡോക്ടർ ശ്രീധർകുമാറും പാട്ട് പാടിയിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ആ പാട്ടിൻ്റെ വോയിസ് കൊടുക്കാനായിട്ട് പറ്റില്ല. പിള്ളേരുടെ ഡാൻസിനും അതുപോലെ തന്നെ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ഈ ഗാനം ആലപിക്കുന്നത് ടൈമാണ്. ലഞ്ചിൻ്റെ വീഡിയോ എടുത്തു റെക്കോർഡായില്ല, അതുകൊണ്ട് ഡിന്നറിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഇന്ത്യൻ ആൻഡ് ചൈനീസ് ആയിരുന്നു. വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. ഡെസേർട്ട്സും നന്നായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഞാനപ്പോൾ ആ റിസോർട്ടിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ താമസിച്ച റൂമാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളതും വളരെ നീറ്റായിട്ടുള്ള റൂമായിരുന്നു. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ നമുക്ക് കായൽ കണ്ട് ആസ്വദിക്കാം. ഇതെല്ലാം ഞാൻ തലേദിവസം രാത്രി എടുത്ത കുറച്ച് വിഷ്വൽസ് വീണ്ടും കുറച്ച് ഇട്ടതാട്ടോ, ഫോട്ടോസ്.
വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റിസോർട്ടാണിത്. നമുക്കതിലേക്ക് നടക്കാനും എല്ലാം കൊള്ളാം, കാഴ്ചകളും കണ്ട്. ഞങ്ങൾ തലേദിവസം രാത്രി ഇവിടേക്കാണ് വന്നിരുന്നിറങ്ങുന്നത്. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.